ആറാട്ടുപുഴ മന്ദാരം കടവിൽ ശിവരാത്രി പിതൃതർപ്പണത്തിനെത്തിയത് ആയിരങ്ങൾ. 33 കോടി ദേവീദേവന്മാർ ആറാടുന്ന ആറാട്ടുപുഴ മന്ദാരക്കടവിലെ മഹാശിവരാത്രിയും പിതൃതർപ്പണവും ഭക്തിനിർഭരമായി ആഘോഷിച്ചു. ശനിയാഴ്ച പുലർച്ചെ 12:30 മുതൽ പിതൃതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. ഒരേസമയം 500ഓളം പേർക്ക് പിതൃതർപ്പണം ചെയ്യുന്നതിനുള്ള സൗകര്യവും കുളിക്കുന്നതിന് ഷവർ സൗകര്യവും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പിതൃതർപ്പണത്തിനുള്ള സാധന സാമഗ്രികളും കർമ്മികളും കടവിൽ സജ്ജമായിരുന്നു. സൗജന്യമായി വസ്ത്രം സൂക്ഷിക്കാനുള്ള സൗകര്യവും പിതൃതർപ്പണത്തിന് വരുന്നവർക്ക് സൗജന്യമായ ലഘുഭക്ഷണവും ഒരുക്കിയിരുന്നു. കൂടാതെ പുഴയിൽ ഇറങ്ങുന്നവർക്ക് എല്ലാ സുരക്ഷാ സൗകര്യവും സംഘാടകർ ഒരുക്കി. 7-ന് വൈകിട്ട് 7 മണിക്ക് കൊച്ചിൻ കലാഭവൻ അവതരിപ്പിച്ച ഗാനമേള അരങ്ങേറി. 8-ന് പുലർച്ചെ 4-ന് ഗണപതി ഹോമം, 7:30-ന് ശിവപുരാണ പാരായണം, വൈകിട്ട് 6:30-ന് മഹാദീപാരാധന, 6:35-ന് കൂവളപ്പറ നിറയ്ക്കൽ, 7-ന് സാംസ്കാരിക സമ്മേളനവും ശിവരാത്രി പുരസ്കാര സമർപ്പണവും നടന്നു. ശ്രീ ഗുരുനാരായണാശ്രമം മഠാധിപതി ശ്രീമദ് സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ആവണങ്ങാട്ട് കളരി അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ കിയ്യത്തുകോരന് ശിവരാത്രി പുരസ്കാരം സമർപ്പിച്ചു. വൈകിട്ട് 8:30 മുതൽ ചൈതന്യ യോഗ സെന്റർ അവതരിപ്പിച്ച യോഗ ഡാൻസ്, ഫ്യൂഷൻ, തിരുവാതിരക്കളി, കരോക്കെ ഗാനമേള, നൃത്തങ്ങൾ, തുടർന്ന് കരോട്ടുമുറിയിൽ നിന്നും കൈതവളപ്പിൽ നിന്നും മന്ദാരക്കടവിലേക്ക് വാദ്യഘോഷങ്ങളോടെ ഘോഷയാത്രയും ഉണ്ടായിരുന്നു.